ഉത്തരവാദിത്വബോധം സ്വന്തം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായിട്ട് മുന്നിട്ടിറങ്ങാറ്. അപ്പൊ ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുകൊണ്ട് ഒരു സമൂഹ നേതൃത്വത്തിലേക്ക് വരില്ല. അതായത് നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, ഉത്തരവാദിത്വ ബോധം നമ്മൾ കൃത്യമായി നിർവഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഉത്തരവാദിത്വം എന്നുള്ളതാണ് അണികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഉത്തരവാദിത്വ ബോധം കൃത്യമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അയാൾ കാര്യമായിട്ട് മാറ്റുണ്ടായിക്കൊണ്ടില്ല. കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അവർക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഇടപെടേണ്ടത്, ഏത് രീതിയിൽ ഇടപെടുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ലീഡറാകും. സ്വന്തം ജീവിതം ഒരു മാതൃകയായിട്ട് മാറ്റാൻ പറ്റാം അല്ലേ? അത് ശരിയാണ്. പ്രവാചകന്റെ ഏറ്റവും വലിയ ചര്യ എന്ന് പറയുന്നത് അതാണ്, സ്വന്തം ജീവിതം ഒരു മാതൃകയാക്കി. അതിന് സൈക്കോളജിയുടെ അടിസ്ഥാനമുണ്ട്. സൈക്കോളജിയിൽ വലിയൊരു ഭാഗം മോഡലിംഗ് എന്ന് പറയും. മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ അനുകരിക്കാനുള്ള ഒരാളുടെ മനസ്സിന്റെ മറ്റൊരാളെ അനുകരിക്കാനുള്ള ഒരാളുടെ മനസ്സിന്റെ കഴിവിനെയാണ് എന്ത് പറയാ, മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മറ്റൊരാളെ പകർത്താനുള്ള, കോപ്പി ചെയ്ത് ജീവിക്കാനുള്ള ഒരാളുടെ മനസ്സിന്റെ കഴിവിനെയാണ് എന്ത് പറയാ, മോഡലിംഗ് എന്ന് പറയാ. ഈ മോഡലിംഗിലാണ് പ്രവാചകൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. എന്നിട്ട് അങ്ങനെ മോഡലുകൾ കുറെ ഉണ്ടാക്കിയതിനു ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. വാക്യത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഇനി എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, എന്റെ സഹാബത്ത് നക്ഷത്രത്തുല്യരാണ്, അവരെ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. ഇത് മോഡലാണ്. അത് നല്ല മോഡലുണ്ടാക്കി. ഇതേപോലെ ഇസ്ലാമികമായിട്ടുള്ള പിന്തുടരാനുള്ള മോഡലുകളാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഒരു വലിയൊരു പണ്ഡിതന്റെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടപ്പോ മൂപ്പർക്ക് ഒരുപാട് വിജ്ഞാനം ഉണ്ടെന്ന് മനസ്സിലായി. മൂപ്പരുടെ വിജ്ഞാനം ഈ സമൂഹത്തിൽ എത്തപ്പെടുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, ഉസ്താദ് പ്രസംഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിട്ടേ ഇല്ല, ചെറിയ സംഭാഷണങ്ങൾ നടത്താറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രസംഗിക്കുകയാണെങ്കിൽ കുറെ ആളുകൾക്ക് ഒരു സമയത്ത് തന്നെ വിജ്ഞാനങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ മൂപ്പരുടെ അഭിപ്രായം പറഞ്ഞത്, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇനി വരുന്ന കാലഘട്ടത്തിൽ പ്രസംഗം എല്ലാ ഉസ്താദന്മാരും നിർത്തുന്നതാണ്. എനിക്കൊരു വേദി കിട്ടാൻ ഞാൻ പറയാതാണ്, ഉസ്താദന്മാരെ നിങ്ങൾ എല്ലാവരും പ്രസംഗം നിർത്തുക, ഇനി പറഞ്ഞതെല്ലാം പ്രവർത്തി. ഇസ്ലാമികമായിട്ടുള്ള മോഡൽ എന്റെ ജീവിതമാണ്, ഇത് പ്രവാചക ചര്യയിൽ ഉള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്ത് സ്വന്തം ജീവിതം കൊണ്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാൻ പറ്റാവുന്ന എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ? എത്ര ആളുകളുണ്ട്? ഇത് കുറച്ചാളുകൾ കൈ ഒന്നിച്ചുള്ളത് പറഞ്ഞാല് എനിക്കത് പറ്റുമോ ഉള്ള ഒരു ഈ പറ്റോ പറ്റില്ല എന്ന് പറയുമ്പോ അവിടെ ഉള്ളത് രണ്ട് രീതിയിലാണ്. പറ്റോ എന്ന് പറയുന്ന ഒരു സംശയം അത് ശൈത്താന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. കാരണം പറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയൊക്കെ വെക്കുന്നത്? അപ്പുറത്തേക്കല്ലേ അല്ലേ? പറ്റോ എന്ന് പറയുമ്പോ നമ്മൾ ആരെയൊക്കെയാണ് അടുത്ത് പോകുന്നത്? അള്ളാഹുലേക്കല്ലേ? അള്ളാഹുലേക്ക് ഒരു ചാണെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് എത്ര സ്പീഡിലാണ് ഒരു മുഴുവൻ നമ്മളിലേക്ക് എടുക്കുന്നു. നമ്മൾ നടന്ന് അടുക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരും. അപ്പൊ നമ്മൾ പറ്റുമെന്ന് പറയുമ്പോ നമ്മൾ അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് പറയുന്നത്. ഇത് ഇന്ന് കുറിച്ചുമൂടിയിട്ടിരിക്കുകയാണ്. ഇതിനുള്ള തീർച്ചയാണ് ഏതെങ്കിലും ഒരു സമയത്ത്
നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ നടത്തി നോക്കാം. ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ, അതായത് കാര്യങ്ങളിലൊന്നും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ളത് പറയുന്ന ആളുകൾ, അങ്ങനെ പറയുന്ന അത് നന്നായിട്ടുണ്ട് ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ലീഡർഷിപ്പ് എടുക്കുന്ന കുറെ. അതുകൊണ്ട് ഇസ്ലാമിക ലീഡർഷിപ്പ് പരിപൂർണമായി എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. അത് വലിയൊരു റിസൾട്ട് ഇസ്ലാമിക സമൂഹത്തിലുണ്ടാകും എന്നുള്ളതല്ല, പറയാനായിട്ട് കഴിയില്ല. അത് മാത്രം പോരാ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നടക്കുമ്പോ ഇങ്ങനെ ആശ്ചര്യം ഭയങ്കര സംഭവം തന്നെ കേട്ടോ. എന്നിട്ട് ആ സംഭവമായിരിക്കും മൂപ്പരുടെ ഒരു പ്രതിവാദ വിഷയം. അങ്ങനെ ആ സംഭവത്തെ വിശദീകരിച്ച് കഴിച്ചു കൂട്ടുന്ന ചില ലീഡർഷിപ്പിന്റെ സ്റ്റൈല് നമുക്ക് ഇവിടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലും ഭയങ്കര റിസൾട്ട് ഇല്ല. പക്ഷെ റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാല് പ്രവർത്തിക്കില്ലേ, നിങ്ങൾ പ്രവർത്തിക്കാൻ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെ, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പ്രവർത്തിക്കാത്തത്? എന്തിനാണ് പറയുന്നത്? അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു മാതൃക എന്നുള്ളതാണ് പ്രവാചകന്റെ സംസാരങ്ങളെല്ലാം ചുരുങ്ങിപ്പോയത്. പ്രവൃത്തികളാണ് കംപ്ലീറ്റ് വന്നത്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. സാധ്യമുള്ളത് കണ്ട് അതിന് കീഴ്പ്പെടാനുള്ളതാണ്, കണ്ട് അതിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പിൻപറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇസ്ലാമിക സംസ്കാരം പിൻപറ്റാൻ ഇവിടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഉലമാക്കളാണ്. ഇസ്ലാമിക ചര്യ കൃത്യമായിട്ട് മറ്റുള്ള ജനങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു രൂപത്തിൽ. ഇത് ഞാൻ ചെറിയൊരു ടെക്നിക്സ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം തരികയാണ്. എല്ലാവരും എഴുന്നേറ്റുന്ന നമ്മളിവിടെ ഒരു പ്രസംഗിച്ചു നമ്മളെ ഉത്തരവാദിത്വം ഇവിടെ പരിപൂർണമായിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണോ ഇസ്ലാമികമായിട്ടുള്ള ഇസ്ലാമിക പ്രത്യശാസ്ത്രത്തിൽ പറയുന്നത് അത് സമൂഹത്തിൽ നടപ്പിലാക്കുക. ഏത് കാര്യമാണെങ്കിലും എങ്കിലേ ഒരു ഇസ്ലാമിക സമൂഹം ഇവിടെ ഉണ്ടാക്കുകയുള്ളൂ. അത് നടപ്പിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹം ഉണ്ടാക്കുക എന്നുള്ളത് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സ്വയം മാറ്റത്തിന് വിധേയമാവാത്ത ഒരു സമൂഹത്തെയും അള്ളാഹു എന്ത് ചെയ്യില്ല, മാറ്റുകയില്ല. മാറ്റത്തിന് വിധേയമായിട്ടുള്ള സമൂഹത്തെ അള്ളാഹു എന്ത് ചെയ്യും, മാറ്റുന്നു. അങ്ങനെയല്ലേ ആയത്ത് പറയുന്നത്? അല്ലെ, സ്വയം മാറ്റത്തിന് വിധേയമാവുന്ന സമൂഹത്തെ അള്ളാഹു എന്താണ് എന്താണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള വാക്കുകൾ? സ്വയം മാറ്റത്തിന് വിധേയമാവുന്ന സമൂഹത്തെ, സ്വയം മാറ്റത്തിന് വിധേയമാവാത്ത സമൂഹത്തെ അള്ളാഹു മാറ്റുകയില്ല. അല്ലെ, യെസ്. അപ്പൊ മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞാലേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്, മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞാൽ മാറുമെന്നുള്ളത്. അപ്പൊ മോഡലാണ് ഉണ്ടാവേണ്ടത്. അവിടെ നമ്മള് അത് ഉസ്താദ് പറഞ്ഞ മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഈ കൈയൊന്ന് പിടിച്ചെങ്ങനെ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഈ കൈ മടക്കുക, ഇനി ഒന്ന് നിവർത്തുക, എന്നിട്ട് താഴ്ത്തുക, മുഖത്തിനോട് കൊണ്ടുവരിക, പറയുന്നത് ചെയ്യുക, എന്നിട്ട് താടിയിൽ കൊടുത്തു വെക്കുക. ഇനി നമ്മള് അത് കൈയെടുക്കാതെ വിളിലാണോ വെച്ചിട്ടുള്ളത് നോക്കി നോക്കാം. എവിടെ വെച്ചിട്ടുള്ളത്? കുറെ ആളുകൾ താടിയിൽ വെച്ചിട്ടുണ്ട്, കുറെ ആളുകൾ എവിടെ വെച്ചിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. അധികം ആളുകൾ വെച്ചിട്ടുള്ളത് കവിളിലാണ്. കാരണം കത്തത്തെ ആളുകൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയണ്ട എന്നുള്ളത്. അതുകൊണ്ടാണ് പക്ഷേ ഞാൻ പരിചയപ്പെട്ട പണ്ഡിതനും പറഞ്ഞിട്ടുണ്ടാവുക, ഇനി വയലുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് പ്രവർത്തിക്കുക, ഇസ്ലാമികമായിട്ടുള്ള സമൂഹം ഉണ്ടാവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഇസ്ലാമിക ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കണം. അതുകൊണ്ടാണ് കടങ്ങ് കുഴിക്കുന്ന സമയത്ത് അത് വയറ്റിൽ കല്ല് കെട്ടിയിട്ട് പ്രവാചകൻ അവിടെ മുന്നിലുണ്ടായിരുന്നത്. അതൊരു മാതൃകയാണ്. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ജനങ്ങളുടെ ഉള്ളിൽ
നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമുക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുക. ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ലീഡർഷിപ്പ് എടുക്കുമ്പോഴാണ് പ്രവാചകന്റെ ലീഡർഷിപ്പിന്റെ മോഡൽ നമുക്ക് എത്തിക്കാൻ കഴിയുക. ജനങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് പ്രവാചകന്റെ സ്നേഹം എത്രമാത്രമാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എത്തിക്കാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൂടെ കിടക്കുന്ന ഒരു ഭംഗിയിലേക്ക് പോലും നമുക്ക് എത്തിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലേക്ക് പ്രവാചകന്റെ സ്നേഹം അള്ളാഹുവിന്റെ കാരുണ്യമൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിയുക? അപ്പൊ ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരം നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നമ്മളെ സഹോദരൻ പറഞ്ഞതുപോലെയുള്ള ഒരു മോഡൽ, ആ മോഡൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. പിന്നെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ 2-3 രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. ഒന്ന്, ഒരു കാര്യം ഉണ്ടപ്പോൾ നമ്മൾ അതിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഒരു ഇടപെടലാണ്. ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഇടപെടലാണ്. പിന്നെ ഒന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് ഇടപെടുക എന്നുള്ളതാണ്. ഇടപെടുന്നതിൽ 2 രീതിയുണ്ട്. അതായത് 2 രീതി എന്ന് പറഞ്ഞാൽ ഒന്ന്, റിസൾട്ട് നേട്ടമില്ലാത്ത രീതിയിൽ ഇടപെടുക. ചിലപ്പോൾ നമ്മൾ അടിച്ചു പൊടിക്കും, ഇടിച്ച് തകർക്കും. ഇതൊക്കെ നമ്മളൊരു ഇടപെടലാണ്. പക്ഷെ അതിന് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. കൂടുതലായിട്ടുള്ള റിസൾട്ടിനേക്കാൾ കൂടുതലായിട്ട് ദോഷങ്ങളേ ഉണ്ടാവുള്ളൂ. ചിലപ്പോഴൊക്കെ ഇസ്ലാമിക നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ നടക്കും ചിലപ്പോ ഇങ്ങനെ നല്ല റിസൾട്ട് അല്ലാത്ത ചില ഇടപെടലുകളൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് വീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഒന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ചുള്ള ഇടപെടൽ തന്നെയാണ് യഥാർത്ഥ ഇടപെടൽ എന്ന് പറയുന്നത്. അതിൽ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ മനസ്സിൽ എപ്പോഴും ഒരു നേട്ടത്തെ കുറിച്ച് മുന്നേ കണ്ടുകൊണ്ടിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇടപെടണം, ആസൂത്രണം ചെയ്ത് ഇടപെടണം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ പ്രവൃത്തികൾക്കും ഒരു ധ്യേയം ഉണ്ടാവണം. നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണെങ്കിൽ ഓബ്ജക്റ്റീവ്സ് എന്ന് പറയും. ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നെയ്യത്തുണ്ടായിട്ട് നമ്മൾ ഇടപെടാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ ഈ സമ്മേളനത്തിന് ഒരു നെയ്യത്തുണ്ടാവണം. ഇനി വരാൻ പോകുന്ന സമ്മേളനത്തിന് നെയ്യത്തുണ്ടാവണം. എന്നിട്ട് ആ നെയ്യത്ത് എന്താണോ ആ നെയ്യത്ത് നേടാനുള്ളതായിരിക്കണം നമ്മളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മളുടെ കൂട്ടായ്മകൾ വളർന്നു വരും. നമ്മളെ കൂടിച്ചേരലുകൾക്ക് റിസൾട്ടുകൾ ഉണ്ടാവും, നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ അള്ളാഹു എല്ലാ കാര്യത്തെയും കുറിച്ച് നമ്മൾ ചോദിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. നമുക്ക് കിട്ടിയ സമയം, നമുക്ക് കിട്ടിയ സമ്പാദ്യം, അതേപോലെ തന്നെ നമ്മൾ എടുത്ത പരിശ്രമങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളുടെ ചോദ്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ വിജ്ഞാനം ഏത് ഒരു ക്വാളിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ അത് മുസ്ലിം എന്ന രീതിയിൽ സ്വയം ബഹുമാനം കണ്ടെത്താനുള്ള ആത്മാഭിമാനികളായിട്ടുള്ള ആളുകളായിട്ട് മാറുന്ന, അതായത് മുസ്ലിം എന്ന് പറയുന്നതിനേക്കാൾ അഭിമാനകരമായിട്ടുള്ള വാക്ക് ഏതാണുള്ളത് കൊണ്ട് പറയിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഇസ്ലാമിക സമൂഹം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിന് ആദ്യം ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് നല്ല ഓജസ് ഉണ്ടാവണം. അവർക്ക് യഥാർത്ഥ രീതിയിലുള്ള ഒരു ആത്മാഭിമാന ബോധം ഇസ്ലാമികമായിട്ടുള്ള ലീഡർഷിപ്പ് എടുക്കുന്നതിൽ ഉണ്ടാക്കിയിട്ട് കഴിയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെയുള്ള തലങ്ങളിലേക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം, ആ ഒരു എനർജി, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എനർജിയും അഭിമാനവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു സംഭവം നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അതിന് ആദ്യം നമുക്ക് ആ എനർജി ഉണ്ടാക്കാനായിട്ട് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് ലീഡർഷിപ്പ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ അറിയണം. ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളും പ്രവാചകന് അറിയായിരുന്നു, അല്ലെങ്കിൽ പ്രവാചക സമൂഹത്തിന് അറിയായിരുന്നു. എന്നിട്ട് ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് അത് പ്രവാചകന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും? ഈ സമൂഹത്തിന്റെ ആവശ്യം എന്താണ് ആവശ്യം? ഒരു ആവശ്യമുള്ളവർക്കല്ലേ നമുക്ക് ലീഡർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇന്ന് അതായത് സാമൂഹ്യ ലീഡർഷിപ്പിൽ വരണമെങ്കിൽ ഈ സമൂഹത്തിന്റെ ആവശ്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്തായിരിക്കും ആവശ്യം? എന്താണ് ആവശ്യം? അതിനകത്ത് മലയാളി വീഴ്ച പറയുകയാണെങ്കിൽ ധാർമ്മികത.
ഒരു കൂട്ട ഒരു ഒന്നിച്ചിരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലേ? പുരോഗതി എന്ന് പറഞ്ഞാല് ഒരു അവ്യക്തതയുള്ള വാക്കാണ്. ഏത് ഭാഗത്ത് പുരോഗതി? അപ്പൊ ക്ലിയർ ആവും. പുരോഗതിയെ നമ്മൾ ഇങ്ങനെ മുറിക്കുമ്പോ നമുക്ക് എന്താണല്ലോ വെരി ഗുഡ്. ഐക്യം ഒരു വലിയൊരു വിഷയമാണ്. പിന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഐക്യം. പിന്നെ സാമൂഹ്യമായിട്ടുള്ള സുരക്ഷിതത്വം. ഓക്കെ, സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വം അതിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. പിന്നെ സമാധാനം നഷ്ടപ്പെടുന്ന കുറെ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ സമാധാനത്തിന് പുനഃസ്ഥാപിക്കില്ല, അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി കഴിയുന്ന ഒരു സമൂഹത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അവിടെ നമ്മൾ ഇടപെടൽ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഉദ്ദേശിക്കുന്നത് ധാർമ്മികത തന്നെ അല്ലേ? ഓക്കെ, പിന്നെ ഉയർച്ച, ആത്മീയമായിട്ടുള്ള ഉയർച്ച അല്ലേ? ഓക്കെ, ആത്മീയമായിട്ടുള്ള ഉയർച്ച. മാനവികത ശരിക്കും ഒരു അവ്യക്തമായിട്ടുള്ള വാക്കാണ്. അതായത് മാനവികത അവ്യക്തമായിട്ടുള്ള വാക്കെന്നല്ല പറയുന്നത്. മാനവികത എന്ന് പറയുമ്പോ അതിനെ മുറിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നു വെച്ചെങ്കിൽ അതാണ് നമുക്ക് കുറെ കൂടി വ്യക്തത വരിക. സമൂഹത്തിൽ അത് ആ വാക്ക് തെറ്റാണെന്നല്ല പറയുന്നത് കേട്ടാ. ഓക്കെ, പിന്നെ ഇഖ്ലാസ് അതുകൂടെ വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. ഇത് ബന്ധിച്ചാണോ? ഓക്കെ, യെസ്. അപ്പൊ ഇത് സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ഇടപെടുമ്പോൾ സാമൂഹ്യ ലീഡർഷിപ്പ് കൃത്യമായിട്ട് നമ്മളിലേക്ക് വരും. എന്തിനും ഏതിനും വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ആഗ്രഹം, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള. അപ്പൊ ഏതൊക്കെയെന്ന് പറയുമ്പോഴേ നമുക്ക് ഇടപെടാൻ പറ്റും. അതായത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇത് അവകാശം നേടിയെടുക്കാൻ ഒന്ന് കീറി മുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അവിടെ വേണം നമ്മൾ ഇടപെടാനായിട്ട്. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഒന്ന്, അതിൽ ഇടപെടുമ്പോൾ നമ്മളെ കഴിവ് അതിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ ഒരു സമ്മേളനം തോന്നിയ പോലെ നടത്താൻ പറ്റും. അവിടെ കഴിവ്, ആളുകളുടെ കഴിവ്, സംഘാടകരുടെ കഴിവ് അത് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നടക്കും. കഴിവ് വിനിയോഗിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കില്ല, അലമ്പായിട്ട് നടക്കും, അങ്ങനെയും നടക്കും. മനസ്സിലായോ? അതായത് ഒരു സിസ്റ്റത്തിൽ പോകില്ല. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സിസ്റ്റം നോൺ സിസ്റ്റം ഇല്ലാത്തൊരു സിസ്റ്റം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഉള്ളത് നേരത്തെ അത് പറഞ്ഞതുപോലെ അതുമായിട്ട് മനസ്സിലാക്കണം. പൊതുവെ നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാല് മനുഷ്യർക്ക് മാസ്ലോയുടെ ഒരു നീഡ് ഹൈറാർക്കി അനുസരിച്ച് അത് മനുഷ്യരെ ആവശ്യങ്ങൾ ഇങ്ങനെ 2 ഭാഗം മെയിനായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ. അവിടെ നമ്മൾ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള നേതൃത്വം നമ്മളെ കയ്യിലേക്ക് വന്നു ചേരും. അപ്പൊ ായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം എഴുതിയിട്ടുള്ളത്, ബേസിക് നീഡ്സ് എന്നുള്ളത്. അതിലേതൊക്കെയാ വരിക? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇത്യാദി കാര്യങ്ങളൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സമൂഹത്തിൽ ഇടപെടുമ്പോൾ സാമൂഹിക ലീഡർഷിപ്പ്, നേതൃത്വം സ്വമേധയെ നമ്മളെ കയ്യിൽ വരും. ഇനി ക്രിസ്ത്യൻ സമുദായത്തെ നോക്കി നോക്ക്, അവരെ ഇടപെടുന്നുണ്ടാവും. ഒരു ദിവസം തൃശ്ശൂർന്ന് വരുന്ന സമയത്ത് കുറച്ച് സിസ്റ്റർമാരും 2 അച്ഛന്മാരും ചേർന്നിട്ട് അവിടെ തെരുവില് നായാടികൾ എന്ന് പറയുന്ന ടീമുണ്ട്. ആ ടീം അത് ഈ ആമനെ പിടിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ കുറെ സിസ്റ്റേഴ്സ് ഉണ്ട്, 2 അച്ഛന്മാരുണ്ട്, പിന്നെ സാധാ ക്രിസ്ത്യാനികൾ. അതായത് ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരല്ലാത്ത സാധാരണ ക്രിസ്ത്യാനികൾ. ഈ ഒരു ടീം ഇങ്ങനെ ഈ നായാടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ വരുന്ന ടൈമിൽ ഇത് കണ്ടപ്പോ ഞാൻ ചെന്ന് നോക്കി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അവര് സംസാരിക്കുകയാണ്, അവരുടെ ഭാഷയിൽ ഇറങ്ങി ചെന്നിട്ടാ സംസാരിക്കുന്നത്. ഈ ആമർച്ചി അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണല്ലേ, നല്ല രുചിയാവൂല്ലേ, നല്ല രുചിയാണല്ലേ, കുറച്ച് ഞങ്ങൾക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് അതിലൊരു സിസ്റ്റർ അതിന്റെ ഒരു ചെറിയൊരു കഷ്ണം അത് പൊട്ടിച്ചെടുത്തിട്ട് കഴിച്ചു. അത് എനിക്ക് ഉറപ്പുണ്ട് ആ സിസ്റ്റർ കഴിച്ചത് ആ നായാടികളായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് അങ്ങനെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ അവരോട് ചോദ്യമാണ്, അവരുടെ ജീവിത പ്രശ്നങ്ങൾ വെച്ചിട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ ഇടിവെട്ടൻ ടൈമിൽ എന്താ ചെയ്യുന്നത്? മഴ പെയ്യുമ്പോൾ നിങ്ങളെ കുട്ടികളെ എങ്ങനെയാണ് കെടുക്കുന്നത്? അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ഡോക്ടറെ കാണിക്കുന്നത്? കുട്ടികൾ ഇങ്ങനെ വളർന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ. എന്നിട്ട് ലാസ്റ്റ് പറയണം, നിങ്ങളെ കുട്ടികൾക്ക് ഇതെല്ലാം കൃത്യമായി കിട്ടാവുന്ന ഒരു സെന്റർ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് നിങ്ങളെ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയി പാർപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. നാളെ 8 മണിയാവുമ്പോൾ വണ്ടി വരും, നിങ്ങളെ കുട്ടീനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കയറ്റി തന്നാൽ മതി, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് വളർത്താം. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളെ കുട്ടികളെ കാണാൻ തോന്നുന്നത് അപ്പോൾ വരാം, എപ്പോഴും കുട്ടികളൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വന്നിട്ട് താമസിക്കുകയും ചെയ്യാം. നിങ്ങൾക്കും കൂടി താമസിക്കാനുള്ള ചെറിയ സ്ഥലങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രമാത്രം റോട്ടിൽ കിടക്കുന്ന ആളുകളെ പോലുമാണ് അവര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ടാർഗറ്റ് ഗ്രൂപ്പില്, ലക്ഷ്യ ഗ്രൂപ്പില് റോട്ടിൽ കിടക്കുന്ന ആളുകളെ എത്തിച്ചിട്ടേ ഇല്ല, വന്നിട്ടേ ഇല്ല. അത്യാവശ്യം കുളിക്കാനും അതേപോലെ തന്നെ ബ്രഷ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകളെ, അങ്ങനത്തെ ശീലമുള്ള ആളുകളൊക്കെ നമ്മളെ ഗ്രൂപ്പിലായിട്ടുള്ളൂ. റോട്ടിൽ കിടക്കുന്ന ആളുകളും തെണ്ടി കിടക്കുന്ന ആളുകളൊന്നും ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലായിട്ടില്ല. പക്ഷെ അവരൊക്കെ അവരുടെ ഗ്രൂപ്പിലാക്കിയിട്ട് നാളുകൾ കുറേ ആയിട്ടുണ്ട്. അപ്പൊ ഈ അടിസ്ഥാന വിഷയങ്ങൾ നമ്മൾ എന്താണെന്ന് അറിയണം. പിന്നെ ഒന്നുള്ളത് എന്ന് പറഞ്ഞാലും മനഃശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് അറിയണം. പൊതുവെ ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ ഈ രണ്ടുമാണ്. ഇതിൽ കൃത്യമായിട്ട് ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏത് മനുഷ്യനെയും നമുക്ക് സ്വാധീനിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ഇങ്ങനെ വരുമ്പോ വേണമെങ്കിൽ, ഇങ്ങനെ ഇടപെടലുകൾ ഉണ്ടാവണമെങ്കിൽ ഉലമാക്കള് ശക്തമായിട്ടുള്ള ഇസ്ലാമിക ലീഡർഷിപ്പിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മളെ ചർച്ചയില് യാഥാർത്ഥ്യം വെച്ച് പറയുകയാണെങ്കിൽ ഉലമാക്കള് ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടോ? പൊതുവെ പറയുകയാണെങ്കിൽ ചില പണ്ഡിതന്മാരെ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചിട്ട് പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാല് ഉലമാക്കൾ ഇന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടേക്ക് വരണം. വന്നിട്ട് ഈ ഒരു ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് ഒരു എനർജി എന്നതിനേക്കാൾ അപ്പുറമായിട്ട്, എനർജി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഘങ്ങൾക്ക്, ചെറിയ ചെറിയ ആളുകൾക്ക്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, സംഘങ്ങൾക്കൊക്കെ ഉള്ളതാണ് എനർജി എന്ന് പറയുന്നത്. ഇത് വലിയൊരു കൂട്ടായ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവുന്ന ഒരു ശക്തിയാണ് സിനർജി എന്ന് പറയുന്നത്. പ്രവാചക സമൂഹത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഒരു എനർജി ആയിരുന്നു, പിന്നെ ആളുകൾ കൂടിച്ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് അത് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഓരോരുത്തരും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ എതിർക്കുന്ന ആളുകളിൽ പോലും അത് പിന്നെ യോജിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഹജ്ജത്തുൽ വദാഹിന്റെ സമയത്തൊക്കെ ആകുമ്പോൾ കൂട്ടായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം അന്ന് ഒരു സിനർജിയുടെ ലെവലിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉണ്ടാവേണ്ടത് ഇപ്പൊ ഇതൊരു കൂട്ടായ്മയാണെങ്കിൽ ആ കൂട്ടായ്മയുടെ ലക്ഷ്യത്തിനനുസരിച്ച് എല്ലാ നല്ല ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല പ്രവർത്തനം നമുക്ക് സമൂഹത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതിലുള്ള ഓരോ ആളുകളും പ്രധാനപ്പെട്ട ആളുകളാണ്. ഈ ഓരോ ആളുകളും കൂട്ടം തെറ്റി പോകാൻ പാടില്ല. കൂട്ടം തെറ്റിയിട്ടുള്ള ആളുകളെ പ്രവാചകൻ എങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്? ഒറ്റപ്പെട്ടു പോയി ചെന്നായെ പിടിച്ചുകൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഓരോ ആളുകൾ ഇതിൽ കണ്ണിച്ചേരണം. അങ്ങനെ ഓരോ ആളുകൾ കണ്ണിച്ചേരുമ്പോ, ഓരോ ആളുകളെ വെച്ച് നോക്കുമ്പോ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യും. ആരും കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടയില്ല. അപ്പൊ ഈ സമ്മേളനം തുടങ്ങി, അപ്പൊ ഇതിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിരന്തരം ഫോണ്, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, മൂപ്പര് സ്വന്തമായിട്ട് അത് സ്റ്റാർട്ടാവും. അതല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞെങ്കിൽ ഉന്തി തള്ളിയിട്ട് പറഞ്ഞേക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉലമാക്കൾക്ക് ഉണ്ടാവാനായിട്ട് ഉലമാക്കൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. പ്രവാചകനെ പോലെ എപ്പോഴും ഉത്സാഹപരിതരനായിട്ട് മാറണം. അതുപോലെ തന്നെ ഒരു മന്ദഗതിയിലുള്ള പോക്കും പാടില്ല. ഇങ്ങനെ ഈ മഞ്ഞിപ്പയറ്റ് പോവാന്ന് പറയും തൃശ്ശൂരിൽ. ഇവിടെ അങ്ങനെ പറയോ? മന്ദപ്പായിട്ടില്ല. ഓക്കെ, മന്ദപ്പായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പിന് നമുക്കുള്ള എനർജി ഇല്ല ഉള്ളിൽ, പിന്നെ ലീഡർഷിപ്പ് എടുക്കാൻ പറ്റില്ല. എവിടെ
എനർജി ഉണ്ടാവുന്ന അപ്പോഴാണ് ലീഡർഷിപ്പ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ മരിച്ചതിന് തുല്യമായിട്ട് ശവത്തിന് തുല്യമായിട്ടുള്ള കുറെ ടൈപ്പ് ആൾക്കാരുണ്ട്. എന്ത് നടന്നാലും കുഴപ്പമില്ല, നമ്മളെ പരിപാടി ഇതാണ്. അതായത് പറഞ്ഞാല് ഇമാമ് നിൽക്കുക, പിന്നെ റൂമിലേക്ക് പോവുക, പിന്നെ അങ്ങനെ ഇമാമ് നിൽക്കുന്ന ടൈമില പിന്നെ ആ ഭാഗത്തേക്ക് വരുള്ളൂ. ശരിക്കും പറയാണെങ്കിലേ എന്നോട് ഇത് കാസർഗോഡിലൊരു ഒരു ഉസ്താദാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ചില ഉസ്താദന്മാരുടെ ഒരു രീതിയുണ്ട്. അതായത് ഈ തത്ത ചീട്ടെടുക്കാൻ പോവില്ലേ, ചീട്ടെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും കൂട്ടിലേക്ക് കയറും എന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ സമൂഹത്തിൽ നിന്ന് മാറണമെന്ന് കാസർഗോഡ് എന്നുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? സെൽഫ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒന്ന് ഉഷാറില്. യെസ്, ഇതാണ് സിനർജി എന്ന് പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടെ എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ പറയുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ ഈ അല്ലാഹു അക്ബറിന് അതിന്റെ അർത്ഥങ്ങൾ ലഭിക്കാതെ പോവും. പിന്നെ നമ്മൾ ഒരു ലീഡർ സമൂഹത്തിന്റെ ഒരു ലീഡറായിട്ട് മാറണമെങ്കിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നന്നായിട്ട് കേൾക്കാന്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ കപ്പാസിറ്റി ഉണ്ടാവും. കേൾക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് മനസ്സിലാക്കുക എന്നതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക സമൂഹം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് നമ്മളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ അയാൾ അനുഭവിക്കുന്നതിന് തുല്യമായിട്ട് മാനസികമായിട്ട് നമുക്ക് അനുഭവിക്കാനുള്ള ഒരു കഴിവാണ് ഉലമാക്കൾക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഈ ലീഡർഷിപ്പിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ഇത് അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. നല്ല ഉഷാറായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ ഒരു മുഷാവറൊക്കെ നടത്തണം, ഒരു കൂടിയാലോചനകളൊക്കെ നടത്തണം. നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കൂടിയാലോചനകൾ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ പ്രവർത്തകർ ഒരു സമയത്ത് പോലും കൂട്ടുവായിട്ടില്ല എന്ന് പറയുന്നത് പോലെ മുഴുവൻ സമയവും നമുക്ക് എനർജി കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. പ്രവർത്തകരിൽ എപ്പോഴും ഉണ്ടായിരുന്നു പറഞ്ഞാല് ചോർന്നു പോവാത്ത ഇസ്ലാമികമായിട്ടുള്ള എനർജിയാണ് ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ അനന്തരവന്മാർ എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് ആര്? ഉലമാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ അനന്തരവന്മാര് ഇതേപോലെ തന്നെ തോന്നുന്ന അവസ്ഥയോ അതേപോലെ തന്നെ ഈ കൂട്ടുവായിടുന്ന അവസ്ഥയോ ഉണ്ടാവാൻ പാടില്ല. നല്ല ഉഷാറായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എപ്പോഴും. അതേപോലെ തന്നെ സംസാരിച്ചാൽ മാത്രം പോരാ, അതായത് എന്താണ്, അത് പ്രാവർത്തികമാക്കാനായിട്ട് കഴിയണം, പ്രസംഗിക്കാനായിട്ട്. അപ്പോഴാണ് പ്രസംഗത്തിന്റെ വാക്കുകൾക്ക് യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടാകും. അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വില പോവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നമ്മളെ പ്രവൃത്തി എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ വിലയിരുത്തണം നമ്മളെ പ്രവൃത്തി, നമ്മളെ സ്വഭാവം, നമ്മളെ സംസാരം, നമ്മളെ ഇടപെടൽ, നമ്മളെ ഇതൊക്കെ നമ്മൾ വിലയിരുത്തലിന് വിധേയമാക്കണം. ഇടക്കിടക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കൃത്യമായിട്ട് എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഇസ്ലാമികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവണം. ഹൈക്കോടതിയിലൊരു വക്കീലാവാൻ, ഹൈക്കോടതിയിലൊരു വക്കീലാവാൻ കൃത്യമായിട്ട് ലക്ഷ്യം ഉണ്ടാവണം നമുക്ക്. നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്തിനാണ് നമ്മളൊരു പണ്ഡിതനായിട്ടുള്ളത്, ഈ പണ്ഡിതനായിരിക്കെ നമുക്ക് നേടാൻ ഉള്ളത് എന്താണ് എന്നുള്ള ഒരു ലക്ഷ്യം നമ്മളെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ മുറിച്ച് മനസ്സിലാക്കണം. സ്വർഗം കിട്ടാൻ, അതെന്റെ സ്വർഗം കിട്ടണമെന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം. അതല്ലാതെ തന്നെ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം അള്ളാഹുവിന്റെ തൃപ്തി, ഇതെല്ലാം നമ്മളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്, നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടത്. അത് നമ്മക്കൊണ്ട് ഒരു സമുദായം നന്നാവണം, നമ്മെക്കൊണ്ടൊരു സമുദായം മെച്ചപ്പെടണം. സമുദായത്തെ മെച്ചപ്പെടുത്തുന്നതിൽ ശക്തമായ ലീഡർഷിപ്പ് എടുക്കാനുള്ളതാണ് ഉസ്താദിന്റെ ലക്ഷ്യം. കുരുതി നൽകാനുള്ളതല്ല ഈ സദഖത്തുള്ള ഉസ്താദിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് അത് ഇസ്ലാമികമായിട്ടുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ ശക്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എന്നിൽ നിന്ന് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ചെന്നിരിക്കുന്നത് വെറുതെ ഒരാളല്ല. നാളെ ഉസ്താദിന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോ വെറുതെ ഒരാളല്ല ചെന്നിരിക്കുന്നത്.
ഈ സമൂഹത്തിന് മൊത്തം മാതൃക വേണ്ട, സമൂഹത്തെ മൊത്തം നയിക്കേണ്ട ഒരാളാ ചെന്നിരിക്കുന്നത്. ആ ആൾക്ക് അവിടെ ഉറക്കം തൂങ്ങിയിട്ടിരിക്കാൻ പറ്റില്ല. സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള കിട്ടിയ ഉസ്താദിനെ മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ട് വളരാനുള്ള ഒരു ആഗ്രഹവും അതിന്റെ ഒരു തിരുവചനങ്ങളുടെ നിഴൽ പറ്റി നടന്ന ഒരു സംഘബലം, വിശപ്പാണ് ഉള്ളിൽ ഉണ്ടാക്കുക. അങ്ങനത്തെ വിശപ്പുകളാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത്. അതേപോലെ തന്നെ ഇലകൾക്ക് മോശം കൊടുക്കാൻ പറ്റും. പ്രോത്സാഹനം അതില് മുഴുവനായിട്ട് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ പ്രോത്സാഹനം കിട്ടിയുള്ളത് കൊണ്ടാണ് ഈ കപ്പലട്ടി കൊടുത്തിരിക്കുന്ന ടൈമിൽ അത് വലിച്ചെറിഞ്ഞിട്ട് സ്വർഗത്തിന്റെ മണണ്ട് കണ്ടവർക്ക് ഓടാൻ പറ്റിയത്. അത് ഉള്ളിൽ ഈ സാധനം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് നല്ല നോമ്പുകാരനെ റയ്യാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ വസീല എന്ന് പറയുന്ന ഇതൊക്കെ ഒരു പ്രോത്സാഹനമാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയണം. അതേപോലെ തന്നെ ആളുകളെ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്താഗതിയോടുകൂടിയിട്ട് നമ്മളുടെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുക. അത് സമൂഹത്തിന്റെ ഒരു ഇടപെടലിന്റെ ഒരു മോഡലാണ്. അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ മുസ്ലിം സമുദായം ഇടപെടുന്നതിന് ഒന്ന് വിശകലനം ചെയ്തപ്പോ സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ഇടപെടൽ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ നിന്ന് വളരെ കുറവാണ്. അതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ സമൂഹത്തിലെ ലീഡർഷിപ്പിലേക്ക് എത്തിയത്. അപ്പൊ ആ ഒരു ഇടപെടല് നമുക്ക് കൂട്ടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇസ്ലാമിക സമൂഹത്തെ നമുക്കിവിടെ വാർത്തെടുക്കാനായിട്ട് കഴിയും. ഇതില് പല കാര്യങ്ങളും നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ഒറ്റ കാര്യം, അതായത് 3:30 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം പോസ്റ്റ്പോൺ ചെയ്യണം. ഒരു കാര്യം ഞാൻ ഈ പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിക്കണം. അതായത് പലിശ ഹറാമാണോ ഹലാലാണോ? പലിശ ഹലാലാണോ ഹറാമാണോ? എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ പലിശ ഹലാലാണ്. നമുക്ക് ഹറാമാകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാമികമായിട്ടുള്ള ലീഡർഷിപ്പ് നമ്മൾ എടുക്കുന്നതിൽ എവിടെ നിൽക്കുന്നത്, മുകളിലാണോ താഴെയാണോ? നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞതല്ല. എവിടെയാണ്? താഴെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പലിശ ഹറാമാവില്ല. കുറെ ആളുകൾക്ക് ഹലാലായിട്ടുള്ള അവസ്ഥയിൽ ഈ സമൂഹം കടന്നുപോകും. കാരണം അവർക്ക് പ്രശ്നമില്ല. നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം നാളെ അള്ളാഹുവിന്റെ അടുത്ത് പറയേണ്ടി വരിക. നമ്മൾ ഈ വെറുതെ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലിശ ഹറാമാവില്ല. ഇന്നത്തെ സമൂഹത്തിൽ പലിശ ഹറാമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു സിറ്റുവേഷൻ പറയാം. എന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എന്തോ ഒരു പ്രത്യേക രോഗം. ഡോക്ടറെ അടുത്ത് പോയപ്പോ പറഞ്ഞു 2 ദിവസത്തിന്റെ ഉള്ളില് ഓപ്പറേഷൻ വേണം, എന്നാലേ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. പടച്ചോന്റെ കയ്യിലാണ് ജീവൻ. എന്നാലും നമ്മള് ഡോക്ടറെ പോയി കാണാന്ന് പറയുന്നത് അനുവദനീയമായ സംഭവമാണ്. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ്. 1.5 ലക്ഷം വേണം. അപ്പൊ ഡോക്ടറെ അടുത്ത് പറഞ്ഞ മാക്സിമം കുറച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 3 ലക്ഷം വരെ ചെലവുള്ള ഒരു ഓപ്പറേഷനാണ്. നിങ്ങളായതുകൊണ്ട് ഇത് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് 1.5 ലക്ഷം ഇതിന് ബില്ലിട്ടിട്ടുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ഞാനിത് ഒപ്പിക്കണം. പള്ളി കമ്മിറ്റിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒരു കത്ത് എഴുതി തന്നു. ഇത് കൊണ്ടുപോയിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചോളാൻ. അത് കൊണ്ടുപോയി കാണിച്ചിട്ടൊന്നും എവിടുന്നും പൈസ കിട്ടില്ല. അതൊക്കെ പിരിച്ചു വരുമ്പോഴേക്കും എന്റെ ഭാര്യ കബറിലാവും. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോ അവിടുന്നൊന്നും കിട്ടാൻ ഒരു വഴിയില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് എന്റെ ഒരു സുഹൃത്തുണ്ട് പ്രവീൺ, എന്റെ ഒപ്പം ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ആളാണ്. അവൻ അപ്പൊ നല്ല പലിശക്കാരനാണ്, നല്ല പൈസക്കാരനാണ്. അങ്ങനെ പ്രവീൺ എന്റെ അടുത്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഞാൻ 8% തരാം. സാധാരണ ഞാൻ 20% കൊടുക്കാറുള്ളൂ. നീ എന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് നിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് 8% ഞാൻ പലിശക്ക് തരാം. വേറെ ഒരു വഴിയില്ല. പലിശയെ വളരെ കൂടുതൽ വെറുക്കുന്ന ഒരാളാണ്. പലിശ കൊണ്ട് 8% തരാമെന്നുള്ളൊരു ഓഫർ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അതിന്റെ വിധി പറഞ്ഞു. ഇരുട്ടു നിറഞ്ഞ വഴികളിലെ നക്ഷത്രത്തിളക്കം പലിശ ഒരു ഭാഗത്തൊരു പ്രശ്നം സൃഷ്ടിക്കുന്നു, മറുഭാഗത്ത് ഈ പൈസ ഒപ്പിച്ചിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ ഭാര്യയുടെ ജീവിതം അപകടത്തിലാണ്. എന്താണ് ഇതിന്റെ ഒരു വിധി? അറിവും ശേഷിയുമാണ്
ആർജിച്ചെടുക്കേണ്ടത്. അതിനു സജ്ജമാക്കാൻ തിരുവചനങ്ങളുടെ നിഴൽ പറ്റി നടന്ന ഒരു സംഘബലം ഈ മണ്ണിലുണ്ട്. നിർബന്ധിത സാഹചര്യത്തിൽ പ്രശ്നത്തിലേക്കുള്ള അങ്ങനെയുള്ള ആളുകൾ, അതിനോട് യോജിച്ച ആളുകളൊന്ന് കൈവദിച്ച്, നിർബന്ധിത സാഹചര്യത്തിൽ പ്രശ്നമില്ല എന്നുള്ള ആളുകൾ. നമ്മളെ കുട്ടികള് കോളേജിൽ സന്തോഷം തന്നെയല്ലേ തീരാൻക. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ഒരു കാര്യമാണ്. ഇതിലുള്ള ഹുക്കും എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും പള്ളിതമാരുടെ അഭിപ്രായം പറയാതിരിക്കുന്നത് ശരിയല്ല. വേറൊരു ഗല്ലി എന്തിനാ മനുഷ്യന്മാർക്ക് ഇങ്ങനെ രണ്ട് ഗല്ലി? ഇന്നാട്ടിൽ എങ്ങനൊന്നും ഇല്ലല്ലോ. മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒന്നും അവിടെ കൊടുക്കുന്നു. നോക്കി പലിശ അല്ലാത്ത വഴികളൊക്കെ നോക്കി ഇനി എന്ത് ചെയ്യും? ആകെയുള്ള ഒരു ഓഫർ 8% ഈ പലിശ മാത്രമാണ്. ഞാൻ പറയണമെന്നും തോന്നരുത്. നമ്മൾ ഈ ഈമാനിൽ ഉറച്ചിട്ട് അള്ളാഹ് ശിക്കാക്കും, എനിക്ക് ഞാൻ എന്തായാലും പലിശ വാങ്ങിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തില് ഭാര്യക്ക് അള്ളാഹ് എന്താണൊക്കെ അള്ളാഹ്ക്കുള്ളത് അതിന് വരുന്ന ഞാൻ വിശ്വസിച്ച് പേടിക്കാൻ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോ പ്രവാചകന്റെ അടുത്ത് ചോദിച്ചില്ലേ, ഇത് നിങ്ങളുടെ അത് അഭിപ്രായമാണോ അതെ പടച്ചോന്റെ വല്ല നിർദ്ദേശം ഉണ്ടോന്നു? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇത് എന്റെ പടച്ചോന്റെ പ്രത്യേക നിർദ്ദേശമൊന്നുമില്ല ഈ കാര്യത്തിൽ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ പ്രദേശം എനിക്കാണ് കുറെ കൂടി ബെസ്റ്റായിട്ട് അറിയാം, യുദ്ധത്തിന് നമ്മൾ ഇവിടെ അല്ല നിൽക്കേണ്ടത്, കുറച്ചുകൂടി അപ്പുറത്ത് നിൽക്കേണ്ടത് നല്ലതെന്നിട്ട് അങ്ങോട്ട് പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമികമായിട്ടുള്ള വിധിയാണ് നമുക്കറിയേണ്ടത്. ഇസ്ലാമികമായിട്ടുള്ള വിധി എന്ത്? ഇങ്ങനെ ഒരു സാഹചര്യം പല ആളുകളും ഇവിടെ നേരിടുന്നുണ്ട്. ആ പലിശ വാങ്ങുക, ബാക്കി 8% സ്വതക്കായി ആണ്ട് കൊടുക്കുക. പലിശ വാങ്ങുക, എന്നിട്ട് അല്ല ആ പൈസ ബോറോ ചെയ്യുക, എന്നിട്ട് 8% ഇല്ല, അത് പലിശ 8% പറഞ്ഞില്ല, അത് സ്വതക്കായി നിയത്തി വെച്ചാണ് തിരിച്ചു കൊടുക്കുക. സദക്ക എന്ന് വിചാരിച്ച് മൂപ്പര് തരുന്നത് നമ്മളെ നെയ്യത്ത് സദക്കയാണ്, മൂപ്പര് തരുന്നത് പലിശയാണ്. മൂപ്പര് ഈ പൈസ വെച്ചിട്ടാണ് അടുത്ത ആൾക്ക് ഇനി വേറെ കൊടുക്കുന്നത്. അപ്പൊ ഇത് പറ്റോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് സാധാരണ രീതിയിൽ. പറ്റോ? അതായത് ഞാൻ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ, നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇത് വാങ്ങിച്ച് ഞാൻ എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കലാണോ വേണ്ടത്, അതേ പലിശ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അങ്ങനെ കളയാണോ വേണ്ടത്? എന്റെ ഭാര്യനെ സംരക്ഷിക്കുകയാണോ വേണ്ടത്? അത് എന്താ വേണ്ടത്? ഭാര്യനെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നുള്ള ആൾക്കാരൊന്ന് കൈവന്നിച്ച് നിർബന്ധ ഘട്ടത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഒരു സഹാബി പറഞ്ഞില്ലേ, ഈ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഹറാമാണ്, എനിക്ക് ഹലാലാണ്, ശരിയല്ലേ? അല്ലെ? അങ്ങനെ പറഞ്ഞില്ലേ? അതായത് ഒരു നിലക്കും ഒന്നും കിട്ടുന്നില്ല, അപ്പൊ മദ്യവും കൂടി കഴിക്കാം എന്നുള്ള ഇസ്ലാമിക വിധിയില്ലേ? ഇല്ലേ? ഇതൊക്കെ ഉണ്ട്. ഇതെന്തുകൊണ്ടാ ഇസ്ലാം കൃത്യമായിട്ട് അതിന്റെ പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ഒരു തത്വസംഹിതയാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാന് സമയമില്ലാത്തതുകൊണ്ടാ ഞാൻ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചാൽ അതില് അത് സൗണ്ട് കിട്ടോ? നമുക്ക് എന്റെ പ്രശ്നം എന്താ, ഇത്തരം നിർബന്ധിതാവസ്ഥയില് അത് ചെന്ന് ചോദിക്കാനുള്ള ഒരു സിസ്റ്റം മഹലിലില്ലാത്തതല്ലേ? അല്ലേ? അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം നിലയിലേക്ക് ഞാൻ 8% പലിശ മേടിക്കലേ എനിക്ക് ഹറാമല്ലേ? ശരിയല്ലേ? അപ്പൊ എന്നെയും കൂടി ഹറാമാക്കാനുള്ള ഒരു അവസ്ഥ മഹലിൽ വരാത്തതല്ലേ പ്രശ്നം? അല്ലേ?
അപ്പൊ പലിശ 100% ആളുകൾക്ക് ഹറാമാവാണെങ്കിൽ എന്തുണ്ടാവണം? നിർബന്ധിതമായിട്ടുള്ള അവസ്ഥയിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞില്ലേ? വാങ്ങിക്കേണ്ടി വരുന്ന സന്ദർഭത്തിലും സംവിധാനത്തെ ആശ്രയിക്കാനുള്ള ഒരു രീതി, ഒരു രൂപം മഹല്ലുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? 100% നമുക്ക് പലിശ ഹറാമാക്കാൻ പറ്റൂലേ? ശരിയല്ലേ? ഉറപ്പല്ലേ? അപ്പൊ അതാണ് ഇസ്ലാമികമായിട്ടുള്ള ലീഡർഷിപ്പിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ പലിശ ഹറാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ബദൽ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹത്തില് അവിടെയുള്ള ആളുകൾക്ക് ഒരു നിയമം, ഒരു ഇളവാണ് ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിർബന്ധിതാവസ്ഥയാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ആവാം എന്നുള്ളത്. അപ്പൊ ആ ഒരു നിർബന്ധിതമായിട്ടുള്ള അവസ്ഥയിൽ ആശ്രയിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് ലീഡർഷിപ്പിൽ ഉണ്ടാവേണ്ടത്. ഇത് എല്ലാ കാര്യത്തിലും, ദാരിദ്ര്യ നിർമ്മാർജ്ജനാണെങ്കിലും എല്ലാ സംഭവങ്ങളും. നമ്മൾ ഒരുപാട് പ്രവർത്തിക്കാറുണ്ട്. അയൽപക്കത്ത് പട്ടിണിയുണ്ടോ, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാള് നമ്മിൽപ്പെട്ടവനല്ല എന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ടോ? പക്ഷെ നമ്മളവിടത്തെ പട്ടിണിയില്ല നമുക്ക് ഇതുവരെ ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല. അഥവാ ഇസ്ലാമിക് വെൽഫെയർ ഫോറത്തിന്റെ ഇതൊരു ചെറിയ മഹല്ലിൽ ഉണ്ടായിട്ടുള്ള പലിശ ഒരു ഇതൊരു ജിഹാദാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ഇടപെടലുകളിലൂടെ ഉള്ള ജിഹാദുകൾ ഈ സമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എടവണക്കാട് മഹല്ലാണ് മാത്രമുള്ള മഹല്ലാണ്. വലിയ മലബാർ ഏരിയ പോലെ ഗൾഫിന്റെ ഭയങ്കര ചോദ്യമൊന്നുമില്ലാത്ത ഒരു ഏരിയയാണ്. അവിടെ നടത്തിയ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് കയ്യും സാഹിബാണ്, കയ്യും ചപ്പ് പോലെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ചുണ്ടി മഹല്ലാണ്. അതിന് ഒരു പലിശയില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക ക്രമം നമ്മളുടെ ചെയ്തത്. പലിശയെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, അതിനുള്ള ബദൽ സംവിധാനത്തെ കുറിച്ച് പഠിച്ചു. അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം ക്രമീകരിക്കാൻ വേണ്ടി അവസാന ഭാഗം മാത്രമേ നിർത്തുക. നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാണ്, വെറുതെ കൊടുത്താൽ 10 ഇരട്ടി പ്രതിഫലവും കടം കൊടുത്താൽ 18 ഇരട്ടി. നമ്മൾ പറഞ്ഞില്ലേ, ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിലുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളെ ഒരു മനുഷ്യൻ, അപ്പൊ ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തയ്യാറാവും. അവന്റെ കടബാധ്യത ഒഴികെ രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ എല്ലാ ഈ ഒരു പ്രത്യയശാസ്ത്രവും വേണ്ട, അത് ഉപയോഗിക്കപ്പെടണം. നേരത്തെ പറഞ്ഞ പണം അത് പ്രവർത്തിക്കണം. അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ റസൂലിന്റെ വാക്കെടുത്ത്, നമ്മുടെ ദീനിന്റെ ഇസ്ലാം ദീനിന്റെ വാക്കെടുത്ത് നിങ്ങൾക്ക് 18 ഇരട്ടി പ്രതിഫലം കിട്ടോട്ടാ, നിങ്ങൾ വെറുതെ കൊടുക്കണേൽ കൂലി കിട്ടുന്നു. അപ്പോ നമ്മൾക്കൊരു പ്രചോദനം ഉണ്ടായി. നമ്മളിരിക്കുന്ന പണം എന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും വെറുതെ ഇരിക്കരുത്. അത് ഇപ്പോഴാരോ എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. അപ്പൊ 3 മാസം കഴിഞ്ഞ് എനിക്ക് ആവശ്യപ്പെടുന്നവരും വേറെ ആൾക്ക് പണം ആവശ്യം വരും. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്താം, അവർക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു മീഡിയം ഉണ്ടായി. ഏത്? ഇവിടെ നമ്മളിപ്പോ അൽത്തിബ ഓപ്പൺ ചെയ്ത പോലെ ഒരു മീഡിയം ഇടവർക്കാട്ടുണ്ടായി, ഇസ്ലാമിക് വെൽഫെയർ ഫോറം. അപ്പൊ അവർക്ക് അവരുടെ പണം നഷ്ടപ്പെടാതെ ആ ദീനിന്റെ ആ സൗഭാഗ്യം അനുഭവിക്കാൻ ഒരു വേദി. അപ്പോ അവരെന്ത് ചെയ്ത് ഇങ്ങനെ വന്നപ്പോ 90 ലക്ഷം രൂപയായപ്പോ കഴിഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി. അപ്പോ എല്ലാ സങ്കുചിതത്തിന്റെയും എന്റെ പണം എന്റേത് മാത്രമാണ്, അത് എനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്കും അത് പറ്റൂല എന്നുള്ള ആ സങ്കുചത്തിന്റെ പൂട്ടുണ്ടല്ല, റസൂൽ ഒരൊറ്റ വാക്കിൽ പിടിച്ചു കളഞ്ഞു. അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത് നമ്മൾക്ക് ഉണ്ടാവുമ്പോ ഞങ്ങൾ ഒരു പ്രചരണം നടത്താണ്ട് 90 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രചരണം നടത്തി മഹൽ അടിച്ചുകൊണ്ട് പ്രചരണം നടത്തിയാലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂലാത്ത അവസ്ഥ. അത് എവിടെ വരെ അതെങ്ങനെയാണ്? ദീൻ അങ്ങനെയാണ്, ഇസ്ലാം ദീൻ. ഇപ്പോ ഇനി പണം, ഇപ്പോ നമ്മൾ പറഞ്ഞു പണം എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറണം. അപ്പോഴാണ് ഇത് ഉത്പാദനം ഉണ്ടാവുള്ളൂ. ഈ ഉത്പാദനം ഉണ്ടായാലുള്ളൂ സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യ പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ല എന്റെ കയ്യിലേക്ക് നമ്മൾ വെറുതെ ഇരുന്ന് അതുകൊണ്ട് പുരോഗതി ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണമെന്നല്ല. അപ്പൊ എനിക്ക് കഴിവുണ്ട്, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓണ്ടർപ്രണർ എന്ന് പറയും, സംരംഭകൻ. എനിക്കറിയാം, പക്ഷെ എനിക്ക് പണമില്ല. പണം ബാങ്കിൽ ചെന്ന് മേടിക്കണം. പണം ബാങ്കിൽ ചെന്ന് മേടിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? നമ്മ അവിടെ വലിയ പ്രശ്നങ്ങളാണ്. പലിശ കൊടുത്താൽ തന്നെ പോരാ, സെക്യൂരിറ്റി കൊടുക്കണം, ഗോൾഡ് കൊടുക്കണം, അല്ലെങ്കിൽ ലാൻഡ് കൊടുക്കണം. ഇത് വലിയ പ്രശ്നമാണ്. അത് ഇല്ലാത്തവന് അത് വലിയ പ്രശ്നമാണ്. അപ്പോ എല്ലാ സംരംഭത്തെ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. ഉള്ളവനിക്ക് ഇത് പറ്റുമോ?
ഇത് പറ്റൂല. ഇത് ഇല്ലാത്തവനും വയ്ക്കണം. നമ്മ കൊടുക്കണത് ഇത് ഒന്നുമില്ലാത്തവനെയാണ്. അവിടെ കൊടുത്തത് ഈ വർഷം കൊടുത്തത് 1,92,00,000 രൂപ പലിശരഹിതമായിട്ടുണ്ട്. 1,92,00,000 രൂപ പലിശരഹിത വായ്പ കൊടുത്തു. അപ്പോ ഈ പൈസ വായ്പ കൊടുക്കാൻ ഒരു പേടിയുണ്ടായില്ല. ഈ കാശ് തിരിച്ചു കിട്ടൂലേ, അത് വലിയ പ്രശ്നമല്ലേ? എല്ലാ ബാങ്കുകാരും 1,92,00,000 രൂപക്ക് 2 കോടി രൂപ മുതലുകൊണ്ട് വെച്ച് കൊടുക്കണം അല്ലേ? എല്ലാവർക്കും എങ്കിലല്ലേ കിട്ടുള്ളൂ. വലിയ വിഷയമുണ്ട്. ഇതിനൊരു വിഷയമില്ലായില്ല. റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ഹദീസ്, എല്ലാ ഒരു രക്തസാക്ഷിയുടെ ദീനിനു വേണ്ടി, മതത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി മരിച്ച മനുഷ്യന്റെ എല്ലാ പാപവും പൊറുക്കും. പക്ഷേ അവൻ ഭൂമിയിൽ ഉണ്ടാക്കിയ വായ്പ വാങ്ങിച്ച കടബാധ്യത ഉണ്ടെങ്കിൽ അത് പൊറുക്കൂല. അപ്പോ ഒരു രക്തസാക്ഷിയായ ഏറ്റവും സൗഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് സ്വർഗത്തിന്റെ ഇടയിലിട്ട് തടയണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയിൽ വന്ന് നിൽക്കുന്നവരാണ് ഈ കടബാധ്യതയിപ്പോ. അങ്ങനെ റസൂൽ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എല്ലാവർക്കും എന്ത് തോന്നിയറിയാമോ? തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ പ്രഖ്യാപനമുണ്ട്. അപ്പൊ ഈ രക്തസാക്ഷിത്വം ഇല്ലാത്ത, അതിന്റെ അടുത്തുപോലെ എത്താതെ നമ്മളൊക്കെ എങ്ങനെ പ്രവേശിക്കും സ്വർഗത്തിലേക്ക് കടങ്ങളെ കൊണ്ട്? അപ്പോ വലിയ വിഷയം ഉണ്ടായില്ല. 1,92,00,000 രൂപ പിരിച്ചത് കഴിഞ്ഞാൽ ഒരു പ്രയാസം പഠിച്ചൊരു സാഹിത്യത്തിൽ വരില്ല. ഇപ്പോ 9,60,00,000 രൂപ 13 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മഹലിന് അത് അവർക്ക് 9,62,00,000 രൂപയുടെ ക്രയവിക്രയം പലിശരഹിതമായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ്. അതിനുള്ളൊരു സെറ്റപ്പ് അവർക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോ ആ മഹലില് എന്തായി മാറി? പലിശ ഹറാമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാവുമ്പോഴാണ് ഇസ്ലാമികമായിട്ടുള്ള ലീഡർഷിപ്പ് നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മളുടെ നിർബന്ധിതമായിട്ടുള്ള ഒരു സാധനമാണോ? അതെ, അത് നിർബന്ധമല്ലാത്തൊരു സാധനമാണ്. ഏത് മഹല്ലാണ് ഈ മഹല്ല് ഞങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന മഹല്ലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏത് മെമ്മറിയിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഇതാ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇതിൽ ഈ മഹല്ലിൽ നടപ്പിലാക്കിയത് ഇന്ന് നാം അനൗൺസ് ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദാരിദ്ര്യമില്ലാത്ത ഒരു മഹല്ലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. പട്ടിയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് തന്നെ നമ്മൾ അറിയിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് അനൗൺസ് ചെയ്യാൻ ആർക്കാ കഴിഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ ഒരു 10 മഹല്ലിൽ വരികയാണെങ്കിൽ, ആ 10 മഹല്ലിൽ 100 മഹല്ലാവുകയാണെങ്കിൽ കേരളത്തിൽ അതൊരു മോഡലായി, അത് ഇന്ത്യക്ക് അതൊരു മോഡലായി, ലോകത്തിന് അതൊരു മോഡലായി. അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങൾ പോലും നിർമ്മാർജ്ജനം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും അവിടെ കുറെ ആളുകൾ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ കുറിച്ച് പഠിക്കാൻ വരും, ഇതിന്റെ സംഹിതകൾ മനസ്സിലാക്കാൻ വരും. അതാണ് ഇസ്ലാമികമായിട്ടുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് നമ്മളിൽ നിലനിർത്തി തെരുമാറാവട്ടെ. ഇതിനുവേണ്ടി മഹല്ല് ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തില് പ്രവർത്തിക്കുന്ന ചില മഹല്ലുകളെങ്കിലും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അത്തരൊരു മഹല്ലിന്റെ ഞാൻ വിശദീകരിക്കാതെ അത് ചില വിവരങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെറുതെ ഒന്ന് സ്ലൈഡിലൂടെ, അതായത് ഇത്തരം വർക്കുകൾക്ക് മോഡലുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഓടിച്ചു പോവാണ്. ഇതിന്റെ ആദ്യ സ്ലൈഡുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചില്ല, ഏത് കാര്യത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവണം. അതേപോലെ തന്നെ അവര് പ്രവർത്തനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാക്കി ഇടപെടാനുള്ള ഏരിയകളൊക്കെ അവർ നിർണയിച്ചു. അപ്പൊ അങ്ങനെ കുറെ ഏരിയകൾ അവർ കണ്ടെത്തി. ആ ഏരിയകളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 9ഓളം ഏരിയ അവർ കണ്ടെത്തി. 9 അല്ല 12ഓളം ഏരിയ. അവിടെയാണ് അവർ ഇടപെട്ടത്. അവിടെ കുറെ പ്രവർത്തനങ്ങൾ നടത്തി. ഓരോ ഏരിയയിലും നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയ പ്രവർത്തനങ്ങളാണ് അവിടെ കൊണ്ടുവന്നത്. അതില് സർവേ റിപ്പോർട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ പോകുമ്പോ നമ്മൾ ചെന്ന് നിൽക്കുന്ന മഹല്ലുകളിലൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം.
അവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏരിയ കൊടുത്തിട്ടുണ്ട്, സർവേ നടത്തിയ സമയം, വർഷം ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. സർവേയിലുള്ള കണ്ടെത്തലുകൾ അവിടെ ആ മഹലില് ആണ് 938, പെണ്ണ് 812, ആകെ 1750 ആളുകളാണ് അവിടെ ഉള്ളത്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. വീടുകള്, സ്വന്തം വീട് 95 വീടെണ്ണാണ് ഉള്ളത്. പിന്നെ എന്താണ് സ്വാഭാവിക ഉടമസ്ഥതയിൽ 3 വീടുകള്, വാടകയ്ക്ക് 2 എണ്ണം. അത് കൃത്യമായി മഹലിലെ ഉസ്താദിന് തന്നെ പറയാൻ പറ്റും ഈ മഹലിൽ ആർക്കാണ് കൂടുതൽ പ്രയാസമുള്ളതെന്നുള്ളത്. അതുപോലെ തന്നെ വീടിന്റെ തര, ഓട്, ഒറ്റനില, ടെറസ്, ബായി, ഇരുനില, ഇതൊക്കെ എത്രയാണെന്നുള്ള കൃത്യമായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെ ഉണ്ട് അവിടെ. ഗ്രാഫായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രായത്തിന്റെ വ്യത്യാസം അനുസരിച്ച് 4 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ 169 കുട്ടികളാണ് ഉള്ളത് അവിടെ. വേണമെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പോഷകാഹാര വിതരണം നടത്തുകയാണെങ്കിൽ ഈ 169 കുട്ടികൾക്കുള്ള മേടിച്ചാൽ മതി. എന്നിട്ട് എന്തെങ്കിലും വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ടുള്ള മണലായി. അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളുണ്ട് അവിടെ. 60ന്റെ മുകളില് 56 ആളുകളാണ്. ഈ ആളുകൾ വിളിച്ചിട്ട് വയസ്സായിട്ടുള്ള ആളുകളുടെ പരിചരണം നടത്തി കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം എന്താണെന്നുള്ളത് ആ വീട്ടുകാരെ വിളിച്ചിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ് സെപ്പറേറ്റ് കൊടുക്കാം. ഈ 86 ആളുകളുടെ വീട്ടിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഈ പ്രായം ഉണ്ടാവുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടെ വഴക്ക് ഭയങ്കര കൂടുതലാണ്. കാരണം പണ്ടത്തെ ആളുകൾ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, ഇന്ന് ഭൗതികക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ വയസ്സായിട്ടുള്ള ആൾക്കാർ ഒറ്റക്കിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ അടിയാണ് ഈ നീ ഞാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്ക് അങ്ങനത്തെ ഒക്കെ തരംതിരിച്ചുള്ള ക്ലാസ്സുകൾ വളരെ പ്രയോജനപ്പെടും. വാഹനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, കൈവശ ഭൂമി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അത് കണക്കുകൾ എടുത്തിട്ട്, ഇതാണ് ശാസ്ത്രീയപരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ലൈഡിലൂടെ പോകുന്നില്ല. ഏതാണ്ട് മഹലിന്റെ ഒരു എംപവർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 8 ഏരിയയിൽ ഇടപെടലുകൾ ഉണ്ടാവണം നിരന്തരമായിട്ട് മഹല്ലുകളിൽ ഈ 8 പൈസയിലുള്ള പ്രവർത്തനങ്ങളിലെ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക. ഒന്ന്, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തികത നമുക്ക് ഇസ്ലാമിക രീതിയിൽ ക്രമീകരിക്കാൻ പറ്റണം. അതിന്റെ ചെലവുകൽ പരിപാടി അടക്കം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ തൊഴിൽ, അത് വലിയ ഒരു ഭാഗമാണ്. അപ്പൊ 3 എണ്ണയില്ലേ. ദഅവത്ത്, അത് 4ാമത്തെ ഏരിയ, അല്ലെങ്കിൽ ഇതിന് ആദ്യം കൊണ്ടേ ഇടാം, അതൊന്നും വിഷയമല്ല. ആരോഗ്യം 5ാമത്തത്. അതേപോലെ തന്നെ കുടുംബക്ഷേമം, ഡിവോഴ്സൊക്കെ വളരെ കൂടുതലാണ്. വിവാഹമോചനൊക്കെ ഇപ്പൊ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത് തിരിഞ്ഞിറക്കുമ്പോഴേക്കും പള്ളി കമ്മിറ്റിക്ക് അവിടെ ലെറ്റർ എത്തിയിട്ടുണ്ടാവും, ഈ പെണ്ണിനെ എങ്ങനെയും ഒഴിവാക്കി തരണം. കഴിഞ്ഞ ആഴ്ചയില് അത് ഒരു കല്യാണം നടന്നതാ. എന്നിട്ട് കല്യാണം നടന്ന് പിറ്റേ ദിവസം അത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിലേക്ക് ചെക്കനും പെണ്ണും യാത്രയായി. ചെക്കനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അങ്ങനെ പെണ്ണ് നല്ല സ്മാർട്ടാണ്, അതും ഡ്രൈവിംഗിൽ നല്ല സ്മാർട്ടാണ്. അപ്പൊ ചെക്കൻ കാർ ഓടിക്കുന്ന ടൈമില് ഈ കാർ ഓടിക്കുന്നത് അത്ര സുഖം തോന്നുന്നില്ല, ഇടക്കിടക്ക് ഒരു അപ്പപ്പാവല്. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇക്കാക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്, പ്രയാസം തോന്നുന്നുണ്ട്, ഞാൻ വേണം ഓടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ പെണ്ണ് നിർബന്ധം പിടിച്ചു, ഞാൻ ഓടിക്കാൻ എന്താണ് അവിടെ ഇവിടെയൊക്കെ മുട്ടാൻ പോയില്ല, ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം മുട്ടാൻ പോകണം. അങ്ങനെ ഈ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചെക്കണ്ട് പോന്നു. പിന്നെ പള്ളി കമ്മിറ്റിക്ക് ഡിവോഴ്സാണ്. എന്താന്ന് പറഞ്ഞാല് ഇതിമെന്നുള്ള റീകോ, ഇതിപ്പോ 2 ആഴ്ച മുമ്പുണ്ടായ ഒരു സംഗതിയാണത്. ഒറ്റ ദിവസം താമസിച്ച 2ാമത്തെ ദിവസം ഡിവോഴ്സാണ്. പിന്നെ ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏഷ്യയില് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഏത് സമൂഹത്തിലാണ്? മുസ്ലിം സമൂഹത്തില്. ഒരു പ്രത്യേക ഏരിയ വെച്ചിട്ട്, വയനാടാണ് ആ സ്ഥലം. ഏതാ സ്ഥലം? പൊയ്തൻ അല്ല, അങ്ങനെ തന്നെ അല്ലേ? അവിടെയാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത്. ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അർശി കുലുങ്ങുന്ന് മനസ്സിലാക്കിയ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അത് ഉണ്ടാവുന്നത്.
ദയവ് നമ്മൾ പറഞ്ഞു സാംസ്കാരികം ഇങ്ങനെയുള്ള ഒരു 8ഓളം ഏരിയകളിൽ നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തനങ്ങൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹം ഇവിടെ ശക്തിയുള്ളതാക്കാൻ പറ്റും. അള്ളാഹു ഇതിന് അത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ ഉലമാക്കള് സമൂഹത്തിന്റെ ലീഡേഴ്സായിട്ട് മാറുന്ന ഒരു സമൂഹത്തെ സ്വപ്നം കാണുന്നു. അള്ളാഹു എത്രയും വേഗം നമ്മൾ മരിക്കുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുകയും അതിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ മാറ്റം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ ചോദ്യം കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ ലീഡർഷിപ്പ് എടുക്കാൻ അത് മുന്നോട്ട് വരാൻ തയ്യാറുള്ള എത്ര ആളുകളാണ് ഈ സദസ്സിലുള്ള? ഒന്ന് എഴുന്നേറ്റിക്കാൻ തർക്കമില്ല. ഒന്നുകൂടി കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ തയ്യാറില്ല. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ എല്ലാം ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഷെയ്പ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ മുഴുവനല്ലാത്ത ഒരു ഫോർമാറ്റാണ് അത് ഇവിടെ കാണിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് നീക്കി വെക്കണം. ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചാൽ മതി സ്ക്രീന്. നമ്മൾ ചർച്ച ചെയ്തപ്പോ എന്താ മനസ്സിലായത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിലും മുസ്ലിം കമ്മ്യൂണിറ്റി എന്താ താഴെയാണ്. അപ്പൊ ലീഡർ മുകളിലായിരിക്കും, മറ്റൊരു താഴെയായിരിക്കും. അപ്പൊ നമ്മളെ സ്ഥാനപ്പോ സമൂഹത്തിൽ നിൽക്കുന്നത് എവിടെയാണ്? താഴെയാ. അങ്ങനെ ആവാൻ പാടില്ലല്ലോ, മുകളിലേക്ക് വരണ്ടേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇടപെടലുകൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗത്തോളം പരിപൂർണമല്ലാത്ത ഒരു സാധനമാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ഒരു ഇസ്ലാമിക ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാലും രണ്ട് തരത്തിലുള്ള ഇടപെടലുണ്ട്. ഒന്ന് രണ്ട് തരത്തിലുള്ള നേതൃത്വമുണ്ട്. ഒന്ന് ട്രാൻസിഷണൽ ലീഡർഷിപ്പ് എന്നാണ് നേതൃത്വം. ട്രാൻസിഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ട്രാൻസിഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാലും പണ്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുവരിക. അപ്പൊ നമ്മൾ എല്ലാ വർഷവും നമ്മൾ സമ്മേളനം നടത്താറുണ്ട്, അത് നടത്തിക്കൊണ്ടുവരുന്നു. എല്ലാ വർഷവും നമ്മൾ നിശ്ചിത സംഗതി ചെയ്യാറുണ്ട്, അത് നടത്തിക്കൊണ്ടുവരുന്നു. അപ്പോ അതിലെന്ന് പറഞ്ഞാല് ആ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പൊ സൊസൈറ്റി എന്താണോ ആ നിലയിൽ തന്നെ സൊസൈറ്റി നിൽക്കുള്ളൂ. സൊസൈറ്റി ഒരു പൊടി കൂടി വളരണമെങ്കിൽ വേറെ കുറെ ലീഡർഷിപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. ആ ലീഡർഷിപ്പുകളെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തില്ലേ, വർത്തമാനം കൊണ്ട് പലിശ ഹറാമാണ്, പക്ഷെ സമൂഹത്തിൽ എന്തായിട്ടില്ല, പലിശ ഹറാമായിട്ടില്ല. അപ്പൊ ആ പലിശ ഹറാമാക്കാനുള്ള അത് കയ്യും സാഹിബ് പോലെയുള്ള ആളുകളിൽ ഉണ്ടാക്കിയ മോഡലുകള് നമ്മൾ പക്വമായിട്ട് 100% ഇസ്ലാമികമാണെന്ന് ഉറപ്പാക്കിയിട്ട് ആ മോഡലിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഏത് ലീഡർഷിപ്പാണ്? ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് അതാണ്, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്. ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ച ലീഡർഷിപ്പ് നമ്മളെ കയ്യിലുണ്ട് വരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് ഏരിയകൾ, ആദ്യം വിദ്യാഭ്യാസമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. മുൻഗണനകൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി വായിക്കാവുന്നതും എഴുതാവുന്നതുമാണ്. അതിൽ വരുന്ന ഒന്ന്, ഇപ്പോഴും ഈ എഴുത്തും വായന അറിയാത്ത ആളുകൾ അത് നമ്മുടെ മഹലിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വരും. അപ്പൊ അവരെ സഹായിക്കുക. അതിന്റെ ഒരു മോഡലല്ല ബദർ യുദ്ധത്തില് ഇത് തടവുകാരായിട്ട് പിടിച്ചിട്ടുള്ള ആളുകൾക്ക് മോചനദ്രവ്യം കൊടുക്കാൻ പറ്റാണ്ടായപ്പോ പ്രവാചകൻ അവിടെ എന്താ നിർദ്ദേശിച്ചത്? അക്ഷരമാല പഠിപ്പിച്ചു കൊടുക്കാനല്ലേ? അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനല്ലേ? ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ എന്തായാലും ശത്രുക്കളോട് നിർദ്ദേശിക്കില്ലല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് നമ്മളുടെ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് ഈ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. നല്ല കഴിവുള്ള ആളുകളിലടക്കം ഇതുണ്ടാവുന്നുണ്ട്. ഞാൻ വേറൊരു സത്യം പറയാം, അത് ഓർഫനേജിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലക്ക് കേരളത്തിലെ എല്ലാ ഓർഫനേജിലും എഴുത്തും വായനയും അറിയാത്ത ഹൈസ്കൂളിൽ കുട്ടികളുണ്ട് എന്നുള്ളതാണ് എന്റെ ബലമായ വിശ്വാസം. അതല്ലാത്ത ആളുകളുണ്ടെന്ന് അറിയാൻ ചെയ്ത് ഞങ്ങൾ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവര് മോഡലാണ് ആ കാര്യത്തിൽ. ഇനി ഉണ്ടെങ്കിൽ നമ്പർ കുറവായിരിക്കും, ആകെ 10 നമ്പറൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ അഗതികള് അനാഥകളായിട്ട്. പിന്നെ ഒന്ന് ഈ സ്കിൽസ് എന്ന് പറഞ്ഞില്ലേ നമ്മള്, അതായത് നമ്മൾ എല്ലാ ഇടപെടലുകളിലും കഴിവിന്റെ ഒരു പ്രയോഗമുണ്ട്, സ്കിൽസിന്റെ പ്രയോഗമുണ്ട്. അപ്പൊ ഇതേപോലെ പഠനത്തിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം മലപ്പുറത്ത് തന്നെ സിവിൽ സർവീസ് ജയിച്ചു വന്ന IAS കാരനായിട്ടുള്ള ഷിയാബ് ഉണ്ട്. ആ ഷിയാബിന് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് നന്നായി ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്
നമുക്ക് നല്ലൊരു IAS കാരനെ കിട്ടി. അതേപോലെ തന്നെ അത് നബിദിന സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നല്ല പുരോഗതിയുള്ള ആളുകൾ അവർക്ക് വേണമെങ്കിൽ അവാർഡൊക്കെ കൊടുക്കാം. കാരണം ഈ പുരോഗതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നാളെ APJ അബ്ദുൽ കലാം ആവുക. APJ അബ്ദുൽ കലാം ആയതിന്റെ ശേഷം നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. അതായത് ഇസ്ലാമിക മെസ്സേജ് ഇല്ലാത്ത APJ അബ്ദുൽ കലാമിന് എന്തിന് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വളർന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇടപെടാൻ പറ്റണം. 3 വർഷങ്ങൾക്ക് മുമ്പ് സിവിൽ സർവീസ് കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു, അതായത് ഇന്റർവ്യൂ വരെ എത്തി. അയാളെ സംരക്ഷിച്ചിരുന്നത്, അയാൾക്ക് സഹായം കൊടുത്തിരുന്നത് ഒരു അച്ഛനാ. എന്റെ നാട്ടിൽ ഒരു 8 കിലോമീറ്റർ അപ്പുറം നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയുണ്ട്, മുസ്ലിം പെൺകുട്ടിയാ. അതായത് തളർച്ച ബാധിച്ചുള്ള ഒരു കുട്ടിയാ, ഫുൾ സമയം വീൽചെയറില, നന്നായി കവിതകൾ എഴുതും. പല ആളുകളെയും ബന്ധപ്പെടുത്തി നോക്കി, പക്ഷെ ഒരാളും ആ ബന്ധം തുടർന്നു കൊണ്ടുപോയില്ല. നാളെ ആ കുട്ടി